വ്യഭിചരിക്കാത്ത? എന്റെ ദീനിനോട് പറഞ്ഞു വ്യഭിചരിക്കാൻ പാടില്ല എന്ന്. ഞാൻ എന്തുകൊണ്ടാ അന്യന്റെ ഇതിലേക്ക് ഒളിഞ്ഞു നോക്കാത്ത? ഞാൻ എന്തുകൊണ്ടാ മറ്റൊരാളെ വേദനിപ്പിക്കാത്ത? ഞാൻ എന്തുകൊണ്ടാ മറ്റൊരാളെ പറ്റിക്കാത്ത? എന്റെ ദീന് പറഞ്ഞു അത് ചെയ്യാൻ പാടില്ല എന്ന്. ഞാൻ എന്തുകൊണ്ടൊരു സ്ത്രീയെ ബഹുമാനിക്കുന്നത്? ഞാൻ എന്തുകൊണ്ടാ ഒരു 5 രൂപ പോലും ഹക്കല്ലാത്ത നിലക്ക് സമ്പാദിക്കാത്ത? എന്റെ ദീന് പറഞ്ഞു നീ അള്ളാഹുവിന് ഇഷ്ടപ്പെടാനാവണമെങ്കിൽ, നീ മനുഷ്യനാവണമെങ്കിൽ അള്ളാഹിന്റെ ദീനനുസരിച്ച് ജീവിക്കണം. അപ്പൊ ഒരു മനുഷ്യത്വത്തിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി, അതിന്റെ ലുക്ക് എന്ന് പറയുന്നത് പടച്ചോന്റെ ദീന. അള്ളാഹുവിന്റെ ദീന്, ആ ദീനനുസരിച്ച് ജീവിക്കുന്നവർക്ക് പടച്ചോന്റെ ഒരു കാവലുണ്ടാവുന്ന. ഒരിക്കലും അള്ളാഹു അവരെ തളർത്തിക്കളയൂല. അതുകൊണ്ട് നമ്മളെ മക്കൾക്കിടയിലേക്ക് ദീനിന്റെ പാഠങ്ങൾ അറിയിച്ചു കൊടുക്കണം. തൗഹീദ് എന്താണെന്ന്, എന്താണ് റിസാലത്തെന്ന്, എന്താണ് ആഖിറത്തെന്ന്, ആരാണ് പ്രവാചകന്മാരെന്ന് ഓരോന്നും കൃത്യമായിട്ട് അറിയിച്ചു കൊടുക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വന്നതുപോലെ വിവാഹത്തിന് ഇന്ന് അവിടെ ഒന്നും നിൽക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി, സേവ് ദി ഡേറ്റ്, ഗ്രൂമിങ്, ബ്രൈഡ് ടു മീ, അരികുത്ത് കല്യാണം, വെറ്റില കല്യാണം, അടുക്കള കല്യാണം, ഇതിനൊക്കെ പൈസ ചെലവാക്കാൻ സാധുക്കളായ ആണുങ്ങളും എന്തേ മിണ്ടിയ കുടുംബത്തുനിന്ന് പുറത്താവും. എന്തേം പറഞ്ഞ പിന്നെ ഒരാഴ്ചത്തേക്ക് മിണ്ടാട്ടുണ്ടാവൂല. ഇതെനിക്ക് പറ്റൂല എന്ന് പറഞ്ഞൊരു കുടുംബക്കാരൻ ഇത്തരത്തിൽ കാട്ടിക്കൂട്ടലിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ ആദ്യത്തെ വർത്താനം പുരക്കാരന്റെ വക, കല്യാണം അലങ്കോലാക്കി ഇങ്ങനെയാണെങ്കിൽ എന്റെ ചേപ്പൊക്കെ ഞാൻ തരൂട്ടോ. ഓൻ അലങ്കോലാക്കിയല്ല, ഓന്റെ ദീനും കൊണ്ട് ചോൻ പോയതാ. അതാ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന്മാരവസ്ഥ. നമ്മക്കത് വേണ്ടട്ടോ, നമ്മളതിനില്ല എന്ന് പറഞ്ഞാൽ ഒരു വലിയ ദീനുള്ള മൊയലാൺമേരി എന്നാ പറയാ. പടച്ചോന്റെ ദീനിൽ പോലും വെറുപ്പിക്കുന്നത് ഈ ആചാരക്കാരാ. അള്ളാന്റെ ദീനിനെ പോലും പറയിപ്പിക്കുന്നത് ഈ ആചാരക്കാരാ. സ്വന്തം മകന്റെ ജീവിതത്തിൽ ഒരു കൊല്ലം കഴിഞ്ഞു പോയത് മെഴുകുതിരി കത്തിച്ച് കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന പമ്പര വിഡ്ഢികളുണ്ടെങ്കിൽ അതാ മോന്റെ വാപ്പയും മെയ്യ ദുനിയാവിൽ ഏറ്റവും വലിയ വിഡ്ഢികള്. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ ദീൻ എന്താന്ന് അറിയിച്ചു കൊടുക്കണം. അള്ളാഹുവിന്റെ ദീനിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അവർക്ക് അറിയിച്ചു കൊടുക്കാൻ പറ്റണം. അള്ളാഹുവിന്റെ ദീനിന്റെ മഹത്വത്തെക്കുറിച്ച്, വസ്ത്രത്തിന്റെ ഗൗരവത്തെക്കുറിച്ച്, ഇബാദത്തിന്റെ ഭംഗിയെക്കുറിച്ച്, നാളെ റബ്ബിന്റെ കോടതിയിൽ കയറി ചെല്ലുമ്പം റബ്ബിന്റെ ചോദ്യങ്ങളെക്കുറിച്ച്, അതിനെന്തു വേണം? ബന്ധങ്ങളെ കൂട്ടിപ്പിടിച്ച് യോജിപ്പിച്ച് മനോഹരമാക്കി ജീവിക്കാൻ പറ്റണം. അതിനേറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിൽ നമ്മളൊരു വലിയ സമ്പത്താവണം. കുടുംബത്തിൽ നമ്മളൊരു വലിയ സമ്പത്താവണം, നാട്ടിലല്ല. ഞാൻ നല്ല പ്രാസംഗികനാ നിങ്ങൾക്ക് പറയാം, പക്ഷെ എന്റെ വിലയും നിലയും എന്റെ കുടുംബ. അവരെനിക്ക് തരുന്നത് എന്റെ പവറ്. പടച്ചോൻ ഇന്നെ വിലയിടുന്നതും ആ കുടുംബത്തിലെ നിലയും വിലയും പവറും നോക്കിയിട്ടാണ്, അല്ലാണ്ട് നാട്ടിലിന്റെ പവറും പത്രാസും നോക്കിയിട്ടല്ല. ചിലപ്പോൾ ഞാൻ മരിച്ചാൽ നന്മണ്ട പള്ളിയിൽ ചിലപ്പോൾ നിങ്ങളൊക്കെ നിസ്കരിക്കാൻ വന്നെന്ന് വരും. പക്ഷെ പ്രാർത്ഥന എന്റെ തലവിട്ട് കിടക്കണമെങ്കിൽ എന്റെ കുടുംബത്തിലുള്ള ആളുകൾ പറയണം, പടച്ചോനെ നല്ലൊരു മനുഷ്യനായിരുന്നു റബ്ബേ, നല്ലൊരു കുടുംബക്കാരനായിരുന്നു റബ്ബേ, ഏത് ബന്ധങ്ങളെയും സ്നേഹിക്കുന്നവനായിരുന്നു റബ്ബേ. ഇന്ന് മനുഷ്യന്മാര് ബന്ധം എങ്ങനെയുണ്ട് മുറിക്കാനെന്ന് നോക്കുക. കള്ളത്തരങ്ങൾ പറിച്ചിട്ടും നാട്ടിൽ കുത്തിത്തീർപ്പ് ഉണ്ടാക്കിയിട്ടും ബന്ധുക്കൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടൊക്കെ. അതുകൊണ്ടാ ഇന്ന് കുടുംബം മുറിയാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് കുടുംബ ഗ്രൂപ്പ് ഉണ്ടാകുക, അതിലെന്തെങ്കിലും വാട്സപ്പിൽ കമന്റ് ഇടുക, സന്ദേശം ഇടുക. പണ്ടുകാലത്തൊക്കെ നിങ്ങൾ പരദൂഷണം പറയരുത് എന്നായിരുന്നു നമ്മൾ പറയല്. ഇപ്പൊ പരദൂഷണം എഴുതിയിടല്ലേ മനുഷ്യന്മാരെ എന്ന് പറയേണ്ട കാല. കാരണം അത്രയേറെ വൃത്തികേടുകൾ സോഷ്യൽ മീഡിയകളിലൂടെ ഇളക്കിവിടുന്ന, എഴുതിവിടുന്നവർ ഇന്ന് ഈ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തുറന്നു വെച്ച മഹാലോകത്തിന്റെ മുൻപിൽ ആർക്കും ആരുടെയും പച്ചയിറച്ചി തിന്നാം, ഏത് കുടുംബത്തിന് അഭിമാനവും നശിപ്പിക്കാം, ഏത് മനുഷ്യനെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടാം, പെണ്ണുപിടിയനാക്കാം, സാമ്പത്തിക ആരോപണം ഉന്നയിക്കാം, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ എഴുതിവിടാം. ആലോചിച്ചു നോക്കൂ, ഇന്ത്യയുടെ അതിർത്തി കാത്തിരുന്ന ഒരു സൈനികൻ നാട്ടിലേക്ക് തീവണ്ടി കയറി അവസാനം വഴിവക്കത്തു നിന്നും കേറിയ മറ്റൊരു പ്രദേശത്തുകാരി പെൺകുട്ടി ഈ സൈനികനുമായി വല്ലാതെ അടുപ്പത്തിലായി, ചങ്ങാത്തത്തിലായി. സൈനികന്റെ ബാഗുകളിൽ നിന്ന് കിട്ടിയ മദ്യക്കുപ്പി പൊട്ടിച്ച് 2 പേരും മതിവരുവോളം കുടിച്ചു. നാട്ടിലെത്തി കൂട്ടാൻ വന്ന ഭർത്താവിന്റെ മുൻപിലേക്ക് പെൺകുട്ടി ഇറങ്ങിച്ചെല്ലുന്നത് പൂസായിട്ടാ. ഉടനെ തന്നെ പെൺകുട്ടി പറഞ്ഞു, മദ്യം നൽകി എന്നെ പീഡിപ്പിച്ചു സൈനികൻ. 13 ദിവസം രാജ്യം കത്തക്ക ഈ സൈനികനെ മീഡിയകൾ വലിച്ചഴിച്ചു കൊന്നു.
തീന്മേശകൾക്ക് മുകളിലേക്ക് കയറി വന്ന വെട്ടുകത്തിയേക്കാൾ മാരകമായ വാക്കുപയോഗിച്ച് ഓരോ ചാനലുകാരനും ഓരോ നാട്ടിലുള്ള പ്രവർത്തകന്മാരും അല്ലെങ്കിൽ നാട്ടിൽ എല്ലില്ലാത്ത ആളുകളും പലതും പറഞ്ഞു നടന്നു. സൈനികന്റെ കുടുംബം ആത്മഹത്യയുടെ വക്കിലെത്തി. ഭാര്യ പിണങ്ങിപ്പോകാൻ നിന്നു. അവസാനം 13ാമത്തെ ദിവസം ശാരീരിക പരിശോധനയിൽ തെളിഞ്ഞു ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. കുട്ടീന്റെ ശരീരത്തിൽ അളവിൽ കൂടുതൽ ആൽക്കഹോളിക് ഉണ്ട് എന്ന് മാത്രം. കോടതി വരാന്തയിൽ നിന്നും കൂട്ടിൽ നിന്നും പൊട്ടിക്കരഞ്ഞ് പെൺകുട്ടി പറഞ്ഞു, കുടിച്ച ദേശം അധികമായിപ്പോയി, ഭർത്താവിന്റെ മുൻപിൽ രക്ഷപ്പെടണമെങ്കിൽ എന്തെങ്കിലും പറയണമെന്ന് വായി. അങ്ങനെ പറഞ്ഞു പോയതാ. 13 ദിവസത്തിന്റെ ഇടയ്ക്ക് ഒരു മനുഷ്യനനുഭവിച്ച മാനഹാനി, ഒരു കുടുംബം അവനിച്ച വേദന. എല്ലാവർക്കും ആത്മഹത്യ ചെയ്യാൻ ധൈര്യം ഉണ്ടാവില്ല. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന് നിമിഷ നേരം കൊണ്ട് ഒരു പെണ്ണിനോട് പോലും മോശം പെരുമാറാത്ത ഒരു ചെറുപ്പക്കാരന് തന്റെ നേരെ വന്നൊരു ആരോപണത്തിന് മുൻപിൽ ഒരു രാവ് പുലരാൻ മാത്രം കെൽപ്പില്ലെങ്കിൽ അള്ളാഹു പറഞ്ഞതുപോലെ എല്ലാ കൽബും ഒരുപോലെയല്ല. പെടഞ്ഞുപോയ മനസ്സിനെ അയാൾ അവസാനിപ്പിച്ചത് ഒരു തുണ്ട് കയറിലാണെങ്കിൽ ഇന്നും ആ വേദനയിൽ ജീവിക്കുന്ന ഏതെങ്കിലും കുടുംബക്കാരൻ നമ്മളെ കൂട്ടത്തിലുണ്ടെങ്കിൽ, നാട്ടിലുണ്ടെങ്കിൽ, നെറ്റിയിലെ നിസ്കാരത്തായുമ്പോ ഉടുക്കുന്ന പർദ്ദയോ ഓതിത്തീർത്ത ഖുർആനോ ചെയ്ത ഹജ്ജോ ചെയ്ത നന്മകളോ നിങ്ങളെ തലവിട്ട് കടക്കൂല, പടച്ചോന്റെ അടുത്തെത്തൂല. ആ പൊരുത്തം കിട്ടാത്ത കാലത്തോളം, പൊരുത്തം വാങ്ങാത്ത കാലത്തോളം. ഇനി മരിച്ചോയോരെ പറ്റിയാണ് പറയുന്നതെങ്കിലോ, മരിച്ചോയിട്ടുണ്ടെങ്കിലോ എവിടെ ചെന്നാ മനുഷ്യന്മാരെ നിങ്ങൾ പൊരുത്തം വാങ്ങുക? ഇന്ന് മനുഷ്യന്മാർക്ക് ആരെയും പച്ചേർച്ച് തിന്ന രാഷ്ട്രീയം പെണ്ണിനെ കൊണ്ട് അടിപൊളിയാവും, സമൂഹവും പെണ്ണും സാമ്പത്തികവും കൊണ്ട് അടിപൊളിയാവും. അള്ളാഹു പൊറുക്കാൻ റെഡിയാ അല്ലേ? ഞാനും നിങ്ങളൊക്കെ ചെയ്ത തെറ്റുകൊണ്ട് പടച്ചോൻ ശിക്ഷിച്ചു തുടങ്ങിയെങ്കിൽ ശിക്ഷ കിട്ടാത്ത ഒരൊറ്റ മനുഷ്യന്മാർ ഈ കൂട്ടത്തിലുണ്ടാവില്ല. എന്നിട്ടും പടച്ച റബ്ബ് നമുക്ക് അവസരം തരിക, അള്ള മൂടി വെക്കുക, അള്ള മറച്ചു വെക്കുക. നമ്മൾ ചെയ്ത പല രഹസ്യങ്ങളും പടച്ചോൻ മറച്ചു പിടിച്ചതാ. നമ്മളെ അഭിമാനത്തിനും നമ്മളെ ജീവിതത്തിനും വില തന്നുകൊണ്ട്. പക്ഷെ കൂട്ടത്തിൽ ഒരുത്തൻ ഒറ്റിക്കൊടുത്തിട്ടും കൂട്ടത്തിൽ ഒരുത്തന്റെ പച്ചയർച്ചു തിന്നിട്ടും കൂട്ടത്തിലും കുടുംബത്തിലും ഒരു പാവം പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചിട്ടും അത് കൂടെ കൂടി സംസാരിച്ച് അപമാനിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞപ്പോലും കബറിലേക്ക് അതിന്റെ ഓഹരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന. കാരണം ആ വാർത്ത ഇങ്ങനെ പരന്നിട്ടുണ്ടോ. ഞാൻ ഒരു ഉദാഹരണം പറയലുണ്ട്, അത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയാ. എന്റെ അയൽപക്കത്തൊരു കല്യാണം കഴിഞ്ഞെന്ന് കരുതുക. ആ പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് കല്യാണത്തിന്റെ പിറ്റേന്ന് കദീഷുമ്മ ഇങ്ങനെ വന്നു. കാരണം പുതിയൊരു പെണ്ണാണ്, ഓളെക്കൊന്ന് കാണാനോ എന്ന് കരുതി വന്നതാ പുതിയ കല്യാണപ്പുരയിലേക്ക്. മുറ്റത്തുനിന്ന് കുറെ ആൾക്കാർ താറപ്പായ അയക്കുന്നുണ്ട്, കസേരയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്താണ് കദീഷും അങ്ങനെ വരുമ്പോ കല്യാണം കഴിഞ്ഞ പുതിയ പെണ്ണുണ്ട് മുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്ന. കദീഷും ഒന്ന് ചിരിച്ചു. കുട്ടി ചിരിച്ചില്ല. കുട്ടി ചിരിക്കണോ ചിരിക്കണ്ടേ എന്നുള്ള ബേജാറിൽ ഇങ്ങനെ നിൽക്കുക. വേഗം അകത്തേക്ക് അങ്ങ് കയറിപ്പോയി കുട്ടി. ഉടനെ കദീഷുമ്മ മനസ്സിൽ ഇങ്ങനെ പറയാ, കദീഷുമ്മാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഞാനൊരു പേര് പറഞ്ഞിട്ടേ ഉള്ളേ. ഉടനെ കദീഷുമ്മ ഇങ്ങനെ മനസ്സ് പറയാ, ഇച്ചിരി കിബിറുണ്ട് എന്ന് തോന്നുന്നു, മിണ്ടണമൊന്നുമില്ല. പൈസ ഉള്ളെടുത്ത് അവൻ കെട്ടിയെന്ന് കേട്ടിക്ക്, വാപ്പക്കൊക്കെ നല്ല മുതലുണ്ട്, അതുകൊണ്ടായിരിക്കും. അകത്ത് കയറി ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ, അതല്ലെങ്കിൽ ചായ വാരാൻ നേരത്ത് ചായ മേശമ്മ കൊണ്ടുവച്ചു, പ്ലേറ്റിൽ ആ സാധനവും കൊണ്ടുവച്ചു. വീട്ടിലമ്മ പറഞ്ഞു, മോളെ കദീഷുമ്മക്ക് ചായ കൊടുക്കട്ടോ, കൊണ്ടുവച്ചു. കുട്ടി വേഗം അത്തേക്ക് തന്നെ അങ്ങ് പോയി. നമ്മൾ ഉറപ്പിച്ച് ഇച്ചിരി കിബിറുണ്ട്, മിണ്ടണമൊന്നുമില്ല. തിരിച്ചു പുരയിലേക്ക് വരുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിലുള്ള വേറൊരു താത്ത ചോദിക്കുക, എവിടെന്നാ കദീഷോ വരുന്നത്? ഞാൻ ആ പുതിയ നബീസാന്റെ മരിയോളൊന്ന് കാണാൻ പോയതാ. എന്നിട്ടോ കണ്ടു, എങ്ങനെയുണ്ട്? ഭയങ്കര കിബിറ്. 4 മാസം കഴിഞ്ഞിട്ട് അവസാനം ഈ പെൺകുട്ടിക്ക് ബോധ്യപ്പെട്ടു എന്റെ അയൽവാസി കദീഷുമ്മയാണിത്. കല്യാണപ്പുരയൊന്നും അല്ലാത്ത മരിച്ച വീട്ടിൽ നിന്നൊക്കെ കണ്ടു, ഇടയ്ക്കിടയ്ക്ക് മിണ്ടി, മദ്രസയിൽ നിന്ന് കണ്ടു, പള്ളിയിൽ നിന്ന് കണ്ടു, സലാമൊക്കെ പറഞ്ഞ് എല്ലാം റാഹത്തായപ്പോ അടുത്ത റമദാനിൽ വിളിച്ചിരുത്തിയിട്ട് ഒരു നോമ്പുറയൊക്കെ കൊടുത്ത് റാഹത്തിൽ ഒരു 100 രൂപ കൈമലൊക്കെ കൊടുത്ത് തിരിച്ചു പോകുമ്പോൾ കദീഷുമ്മനെ പറയാ, വിചാരിച്ച മാതിരി അല്ലട്ടോ, പാവം കുട്ടിയാ. പക്ഷെ ഈ 4 മാസം കൊണ്ട് കിബറത്തിയാന്നുള്ളത് നിങ്ങൾ എവിടെ എത്തിച്ചിട്ടുണ്ടാവും? വേറെ ഏതെങ്കിലും ഒരുത്തനോട് പോയി നിങ്ങൾ പറയും എനിക്ക് അന്ന് പറ്റിപ്പോയത് അബദ്ധാന്ന്. അതിലെത്ര പേരും പടച്ചോന്റെ മണ്ണിന്റെ അടിക്ക് പോയി ഉണ്ടാവും. ഒരൊറ്റ കബറിന്റെ അടിക്ക് പോയി നിങ്ങൾക്ക് പൊരുത്തപ്പെടിക്കാൻ പറ്റുമോ? പറയുന്ന വാക്കിനെ 100 തവണ ചിന്തിക്കണം. അതുകൊണ്ട് ഹബീബ നബി തങ്ങൾ പറഞ്ഞതും 2 താടിയെല്ലിന്റെ ഇടയിലുള്ള ഈ ഇല്ലില്ലാത്ത സാധനം അത് നിങ്ങൾ സൂക്ഷിക്കുന്ന എനിക്ക് ജാമ്യം തന്നാൽ, ഇന്നത്തെ ഭാഷയെ പറഞ്ഞ എഴുതി വിടുന്നത്, വിരൽത്തുമ്പുകൾ പരദൂഷണമായിട്ട് എഴുതി വിടുന്നത് നിങ്ങൾ ചെയ്യൂലാന്ന് എനിക്ക് ജാമ്യം തന്നാൽ സ്വർഗം ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരാമെന്ന് റസൂലുള്ള ജാമ്യം സയ്യിദുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, ഓരോ വാക്ക് പറയുമ്പോഴും ഓരോ എഴുത്തുകൾ എഴുതുന്ന സമയത്തും നാളെ ആഖിറത്തിലേക്ക് എനിക്കത് എത്രത്തോളം ഗുണവും ദോഷവും വരുത്തൂന്ന് ചിന്തിക്കണം. മൻ കാന യുഅ്മിനു ബില്ലാഹി ഫൽ യൗമിൽ ആഖിർ
ഔ ലിയസ്മുത്. അത് നമ്മളെ കുടുംബത്തിൽ. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നമുക്ക് വില വേണ്ടത്, ഞാൻ അവസാനിപ്പിക്കുക കേട്ടോ, നമുക്ക് വിലയും നിലയും വേണ്ടത് നമ്മളെ കുടുംബത്തിലാണ്. ഒരു ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കും. അതായത് മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ സ്ഥാനം വേണ്ടത് നമ്മളെ രക്ഷിതാക്കൾ മനസ്സിലാണ്. ഒരു ഭാര്യ ഭർത്താക്കന്മാർ ഏറ്റവും മനോഹരമാകുന്നത് എപ്പോഴാണെന്നറിയോ? ഒരു ഭാര്യയുടെ ദീനിനോട് ഭർത്താവ് ചേർന്ന് ജീവിക്കുമ്പോഴും ഭർത്താവിന്റെ ദീനിനോട് ഭാര്യ ചേർന്ന് ജീവിക്കുമ്പോഴും. ഇന്ന് നേരെ മറിച്ച, ഭർത്താവ് ഭാര്യയെ അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം എന്നാ ഇന്ന് പല കുടുംബത്തിലും നേരെ തിരിച്ച. മൂപ്പര് വലിയ അനുസരണശീലമുള്ള ആളാണ്. എന്തെങ്കിലും ഒരു ഏർപ്പാട് പുരയിൽ നിന്ന് നടത്തിയിട്ടുണ്ടെങ്കിലും മൂപ്പര് പറയും എനിക്ക് ഒരു ദൂരം, മൂപ്പത്തി പറഞ്ഞു മക്കളുമായി. ചില വാപ്പാർക്ക് കിട്ടേണ്ട സ്ഥാനം പോലും ചില ഉമ്മാര് വാങ്ങിക്കൊടുക്കുന്നില്ല. ഞങ്ങളല്ലോ, എന്തെങ്കിലും ഒരു ആഘോഷം വരുമ്പോ, ഒരു ആർഭാടം വരുമ്പോ മക്കളെ അത് പാടില്ല എന്ന് വാപ്പ പറയുമ്പോ ഉമ്മ എത്തുന്നറിയും. മൂപ്പര് അങ്ങനെയൊക്കെ പറയും, വാപ്പ ഒരു പൊട്ടനല്ലേ, നിങ്ങളിപ്പോ എന്തിനാ വാപ്പനോട് പറയാൻ പോയത്, നിങ്ങൾ അങ്ങ് ചെയ്താ പോരെന്ന് പറയും. ഇപ്പൊ പറഞ്ഞ സാധു ആരായി? പൊട്ടനായി. അത് അള്ളാന്റെ ദീനിനെതിരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാട്ടുകാരോട് വരെ ചില ഉമ്മാര് പറയും പിയ്യാപ്പിളക്ക് വലിയ ദീന, മൂപ്പർക്ക് ഇങ്ങനെ നിൽക്കാരോ, നോമ്പും നിൽക്കാരോ. അങ്ങനെയല്ല. പടച്ചോനെ അയാൾ ഇനിയും കൂടി സ്വർഗത്തിലെത്തിക്കാൻ ഒരു വാപ്പന്റെ കൈപിടിച്ചേൽപ്പിച്ച മനുഷ്യനാ. നാളെ റബ്ബിന്റെ സ്വർഗത്ത് കയറുമ്പം നിന്റെ വലത്തെ കയ്യിൽ നിന്റെ ഭാര്യയും മക്കളും ഉണ്ടാവണം എന്നുള്ള ഒരു പ്രതീക്ഷയിലും സ്വപ്നത്തിലുമാണ് പടച്ചോന്റെ ദീനനുസരിച്ച് കുടുംബവും മക്കളെയും കൊണ്ടടക്കാൻ ഒരാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് കൂടെ നിൽക്കാത്ത ഉമ്മമാരെ ഓരോ രാവും പകലും പടച്ചോന്റെ മലക്കുകൾ നിങ്ങളെ ശപിച്ചുകൊണ്ടിരിക്കും. ഇതേ രീതിയിൽ തന്നെ മക്കളെയും കുടുംബത്തിനെയും ദീനിനനുസരിച്ച് കൊണ്ടുപോകാൻ ആഞ്ഞു പണിയെടുക്കുന്ന ഭാര്യയെ വിലമതിക്കാതെ അവിടെ ദീനിനെ കുടുംബക്കാരുടെയിൽ കുറ്റപ്പെടുത്തി നാട്ടുകാർക്ക് കാണാൻ മാത്രമുള്ള വസ്ത്രം ധരിപ്പിച്ച് പിയ്യാപ്പിളൊരു ഫാഷന്റെ ആളാ, മൂപ്പരൊരു ന്യൂ ജനറേഷനാ, മൂപ്പർക്ക് ഈ ലിപ്സ്റ്റിക് ഇടുന്നതും മുഖത്ത് വയ്ക്കുന്നതും പിരികം പ്ലക്ക് ചെയ്യുന്നതും ആഴ്ചക്ക് മുടി പോയിട്ട് ഫേഷ്യൽ ചെയ്യുന്നതൊക്കെ ഇഷ്ടമുള്ള ആളാ. നാലാളിടയൊക്കെ ഇറങ്ങുമ്പം അരമുതൽ തായോട്ട് കീറുന്ന ചുരിദാറും ഒന്ന് കൈ പൊക്കിയ പള്ളഭാഗം കാണുന്നതൊക്കെ ഇട്ട് നടക്കുന്നതിൽ ഒരു പ്രത്യേക താല്പര്യക്കാരനാ എന്ന് നിങ്ങളെ കൊണ്ടൊരു പെണ്ണ് നാട്ടുകാർക്ക് മുന്നിൽ പറയുകയും മനസ്സുകൊണ്ട് ചിന്തിക്കുകയും വരുന്നുണ്ടെങ്കിൽ ഓക്ക് കിട്ടിയ ദുനിയാവിൽ ഏറ്റവും വലിയ പരീക്ഷണ പിയ്യാപ്പിളാരായ നമ്മള്. അതിന്റെ പെണ്ണുങ്ങൾക്ക് കിട്ടിയിട്ടില്ല നിങ്ങളും, എന്നെക്കൊണ്ട് എന്റെ പിയ്യാപ്പിളക്ക് അങ്ങനെ ഒരു ഗതികേടില്ല നിങ്ങളും തീരുമാനിച്ച കുടുംബം നന്നായി, എല്ലാ കുടുംബവും സമാധാനായി. അതുകൊണ്ട് ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചതും ഖിയാറുക്കും അഹ്സനുക്കും ലിനിസാഇക്കും, ആണുങ്ങളിൽ ഏറ്റവും നല്ലോനാരാ, എന്ത് ചോദിച്ചാലും വാങ്ങിത്തരുന്ന പിയ്യാപ്പിള, എവിടെ പോണെന്ന് പറഞ്ഞാലും കൊണ്ടടക്കുന്ന പിയ്യാപ്പിള, എന്തായാലും ആഴ്ചയിൽ ഒരിക്കലും ഞങ്ങൾ പുറത്തു പോകും, എന്തെങ്കിലും തിന്നും, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകും, എവിടെയെങ്കിലും റൂം എടുത്ത് കൂടും, നല്ല പിയ്യാപ്പിളയാ, പറഞ്ഞ എന്തും വാങ്ങിത്തരും. അല്ല, അഹ്സനുക്കും ലിനിസാഇക്കും, സ്ത്രീയുടെ അഭിമാനത്തിനും പരലോകത്തിനും വില കൽപ്പിച്ച് അവളെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും അവളെ സ്വർഗത്തിലെത്തിക്കാൻ ഒരു വാപ്പ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തോടെ പെരുമാറുന്ന ആണ് ഓ മൊഞ്ചന, ഓന ഏറ്റവും നല്ല ആണ്. സ്വന്തം പെണ്ണിനെ ആദരിച്ചും സ്ഥാനം കൊടുത്തും അഹ്സനുക്കും ലിനിസാഇക്കും കൊണ്ടടക്കുന്നവൻ. അതുകൊണ്ട് ആ മരിച്ചു കിടക്കുന്ന അബൂ സലമാന്റെ മുഖത്തോക്കി ഉമ്മു സലമ അങ്ങനെ കരയും. കണ്ടു നിൽക്കുന്ന സ്ത്രീകൾ പറയും, ഉമ്മു സലമ എന്തിനങ്ങനെ കരയുന്നത്, അബൂ സലമിനേക്കാളും നല്ലത് എനിക്ക് കിട്ടൂലേ? ഉടനെ ഉമ്മു സലമ പൊട്ടിക്കരഞ്ഞിട്ട് പറയും, വബദിൽ നീ ഖൈറൻ മിൻഹാ, ഇതിലും നല്ലത് കിട്ടാനോ, ഇതിലും നല്ലത് പടച്ചോൻ എനിക്ക് തരാനില്ലട്ടോ. അതൊരാണിന് പെണ്ണിന്റെ അടുത്ത് കിട്ടുന്ന വിലയാ. നാട്ടിലെ 100 പെണ്ണുങ്ങളുടെ ഇടയിൽ നമുക്ക് വലിയ വില ഉണ്ടാവും. കല്യാണപ്പുരയിൽ ആ ജഗടയും ചെകിലും ഭക്ഷണം വിളമ്പലും കൊടുക്കലും തമാശയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യംഗ്യമായ ദ്വയാർത്ഥമുള്ള തമാശ പറയലും ഒന്ന് ചിരിപ്പിക്കലും ഒക്കെ കൊണ്ട് നാട്ടിലെ പെണ്ണുങ്ങൾ മനസ്സിൽ പറയും, ഓളെ ഭാഗ്യാട്ടോ നല്ല ചൂർച്ചൂർക്കുള്ള ഒരു വിയ്യാപ്പള, ഓളുള്ളു പറയുന്നതായിരിക്കും മാതിരി നമുക്കിന്റെ കൂടെ എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ തീർന്നു. ആണിന്റെ വില പെണ്ണിന്റെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കുന്ന സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും ആദരവ് കൊണ്ടും ഉണ്ടാക്കുന്നതാണ്. അതോടൊപ്പം ഒരു പെണ്ണിന്റെ ശ്രദ്ധത എന്ന് പറയുന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്കിമാരെ, ഇന്ന് ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ വാണിജ്യം ബിസിനസ് എന്താണെന്നറിയോ നിങ്ങൾക്ക്? അത് നമ്മൾ കഴിക്കുന്ന അരിഭക്ഷണമൊന്നുമല്ല, കോസ്മെറ്റിക് ഉപകരണങ്ങളാണ്. പണ്ട് കാലത്ത് അപേക്ഷിച്ച് ഇന്ന് ലോകത്ത് ഈ ലോകം എന്ന് പറഞ്ഞാൽ നെടുവണ്ണൂരും കോഴിക്കോടും കേരളോ ഇന്ത്യയോ അല്ല, ഇന്ന് ഈ ലോകത്ത് കോസ്മെറ്റിക്കിന് വേണ്ടിയിട്ട് മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന പൈസ എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? വിൽപ്പന ബിസിനസ് 530 ബില്യൺ. 530 ബില്യൺ. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 8000 കോടിയാണ്. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 80,000 കോടിയാണ്. 530 80,000 കോടി കോസ്മെറ്റിക് ഉപകരണങ്ങളുടെ വിൽപ്പന ഈ ലോകത്ത് നടക്കുന്നുണ്ടെന്നാണ്.
ഇതിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാകും എവിടെയാണെന്നറിയാവോ? ഈ ലോകത്താകെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവാക്കുന്നത് എത്ര ബില്യണാണെന്നറിയാം നിങ്ങൾക്ക്? ഏത് മനുഷ്യന്റെ അറിവ്, ഭക്ഷണമൊക്കെ. ഈ അറിവിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവാക്കുന്നത് വെറും 17 ബില്യൺ. ഭക്ഷണത്തിന് ചെലവാക്കുന്നത് 120 ബില്യൺ. തിന്നാൻ. അപ്പൊ തിന്നുന്നതിനേക്കാളും വിദ്യാഭ്യാസത്തെക്കാളും ഈ സമൂഹത്തിൽ ചെലവഴിക്കപ്പെടുന്നത് എന്തിനാ? കോസ്മെറ്റിക്. ആ കോസ്മെറ്റിക്കാണ് ഇന്ന് മക്കളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. ചുണ്ട് തേക്കാനൊന്ന്, പിരികമത്തെ തേക്കാനൊന്ന്, ചുണ്ടിന്റെ താഴെ തേക്കാനൊന്ന്, മൂക്കിന്റെ സൈഡ് തേക്കാനൊന്ന്. കല്യാണത്തിന് കറുത്തതിനെ വെളുപ്പിച്ച് സുന്ദരിയാക്കി വേദി കൊണ്ടിടും. ഒരു കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് കാണുന്ന പോലെ പറയും മാറിപ്പോയിച്ചിണ്ടടാന്ന്. 11ാമത്തെ ദിവസം പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. കല്യാണത്തിന്റെ അന്നെല്ലാവരും പറഞ്ഞു എന്റെ ഭാഗ്യം അങ്ങനത്തെ ഒരു കിട്ടിയത്. 2 കുളി കഴിഞ്ഞ് പുറത്തേക്ക് വന്ന പെണ്ണിനെ കണ്ടപ്പോ കാക്കാത്തി പോലെ എന്ന് പറഞ്ഞു തുടങ്ങി 11ാമത്തെ ദിവസം മലപ്പുറം ജില്ലയിലെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. കോസ്മെറ്റിക്കിന് വേണ്ടി വെപ്രാളം പിടിച്ചുന്ന 2ാം ക്ലാസ്സിലെ മക്കളെ ചുണ്ടുമവേലേണ്ട ചായം. ഇനി അതിന്റെ ഭവിഷ്യത്ത് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും ഡോക്ടേഴ്സും പറഞ്ഞു. ഇവിടെ കിട്ടുന്ന ലോക്കൽ സാധനം വാങ്ങി പെരട്ടുമ്പോൾ അത് വൃക്കയിലേക്ക് ഏകദേശം എത്താൻ പാടില്ലാത്തതിനേക്കാൾ 12% വൃക്കയെ ബാധിക്കുന്ന മാരക വസ്തു അതിലൂടെ ഉള്ളിലേക്ക് പോകുന്നത്. ചിലരിങ്ങനെ ചോദിക്കും, ചുണ്ടുമലല്ലേ പെരട്ടുന്നുള്ളൂ, തിന്നൊന്നും അല്ലല്ലോ. ഈ പെരട്ടുന്നതിനാ പ്രശ്നം. ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും ഇവിടെ കുറച്ച് ഓലമെന്റ് പെരട്ടും. ഇതിനാ നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലിന്റെ നടുവിലെങ്ങാനല്ലേ, ഇതെങ്ങനെയാ പള്ളിയിലേക്ക് പോകാൻ? അല്ല, ഈ പെരട്ടുന്നതിൻ്റെ ഉള്ളിൽ കൂടെ ഓരോ സുഷിരങ്ങളിലൂടെയും കോശങ്ങളിലൂടെയും ഇത് അടിയിലേക്ക് പോകും. അതുകൊണ്ട് അവിടെ എല്ലിന് ചതവുണ്ട് തോന്നുമ്പോൾ മേലെ ഓയിൽമെന്റ് പെരട്ടുന്നത്. ഇവിടെ പെരട്ടുമ്പോൾ ഇതിന്റെ കോശങ്ങളും സുഷിരങ്ങളും കോശങ്ങളിലൂടെയും ഉള്ളിലേക്ക് പോവുകയാണ്. പക്ഷെ മനുഷ്യന്മാർക്ക് തിരിഞ്ഞിട്ടില്ല. ഇപ്പോഴുണ്ട്, ഉമ്മ ചോപ്പിക്കും, മോള് റോസാക്കും. ആക്ഷേപിക്കല്ലോ, ഞാൻ ഒരിക്കൽ കൂടി പറയാം, മാറണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്റെ വാക്ക് സ്വീകരിക്കാം. അല്ലാത്തവർക്ക് ഇറങ്ങി പോകുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് പറയാം, ഓനങ്ങനെ കുറെ പ്രസംഗിക്കുന്നതിന് എന്താണ്, എനിക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് ഏറ്റവും നല്ല സ്ത്രീ എന്നാൽ ഭർത്താവിനെ അനുസരിക്കുന്നവളാണ്. അവൻ പിടിക്കുന്ന ദീനിന് ചേർന്ന് നിൽക്കുന്നവളാണ്. ദീനില്ലാത്തവനാണെങ്കിൽ ദീനില്ലാത്തവനോട് വാശി കാണിച്ച് ഞാനും ദീനില്ലാണ്ടായി ജീവിക്കട്ടെ എന്ന് ചിന്തിക്കലല്ല. ഓന്റെ ദീനിലേക്ക് എത്തിക്കാൻ വേണ്ടി പടച്ചവനോട് ദുആ ചെയ്ത് അവന് വേണ്ടി പണിയെടുക്കുന്നവളാണ്. ഇങ്ങനെ പരസ്പരം കുടുംബത്തിൽ നമ്മളൊരു വലിയ അസറ്റാവണം, വലിയൊരു സമ്പാദ്യമാവണം. ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. നിങ്ങൾ കേട്ട ചരിത്രമാണ്. മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനാണ് റസൂലുള്ള മകൾ ഫാത്തിമ ബീവിനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത്. ഒരു ദിവസം നേരം വെളുത്ത് ഫാത്തിമ ബീവി അലിന്റെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കും. എന്നിട്ട് ചോദിക്കും, അലി, ഞാൻ മരിച്ച അങ്ങോട്ട് വേറെ കല്യാണം കഴിക്കുവോ? ഒരു ഭാര്യയുടെ ആഗ്രഹത്തോടെയുള്ള ചോദ്യമാണ്. ചോദ്യം കേട്ട അലി ഒന്ന് ആദ്യം ഞെട്ടും. എന്നിട്ട് പറയും, എന്ത് ചോദ്യ ഫാത്തിമ? ഫാത്തിമ ചോദിക്കും, പറ അലി, നിങ്ങൾ കെട്ടുവോ? ഞാൻ മരിച്ചാ വേറെ കെട്ടുവോ? അലി ഇബ്നു അബീ ത്വാലിബ് ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ ഫാത്തിമ ബീവി കവളത്തൊരു ഉമ്മ കൊടുത്തിട്ട് പറയും, കെട്ടണേ അലിയെ, ഞാൻ ഇല്ലാണ്ടായാലും നിങ്ങൾ കെട്ടാണ്ടിരിക്കരുത്, കല്യാണം കഴിക്കണം. പക്ഷെ നിങ്ങൾ ആരെയാ കല്യാണം കഴിക്കേണ്ടതെന്ന് അറിയാവോ? എന്റെ മൂത്ത ഏട്ടത്തി സൈനബയുടെ മകൾ ഉമാമയെ നിങ്ങൾ കല്യാണം കഴിക്കണം. അത്ഭുതത്തോടെ അലി റളിയല്ലാഹു അൻഹു ചോദിക്കരുത്, ഉമാമയോ? ആരാ ഉമാമ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്ത മകൾ സൈനബ, 2ാമത്തത് റുഖിയ, 3ാമത്തത് ഉമ്മു കുൽസു, 4ാമത്തത് ഫാത്തിമ ബീവി. ഇതിൽ ഫാത്തിമ ബീവി പറയാണ് പിയാപ്പിളിനോട്, ഞാൻ മരിച്ചാൽ എന്റെ മൂത്ത ഏട്ടത്തി സൈനബന്റെ മോള് ഉമാമനെയാട്ടോ നിങ്ങൾ കെട്ടേണ്ടിയത്. ഫാത്തിമ ബീവി നിറക്കണ്ണുകളോടെ പറയും, അലി, ഞാൻ മരിച്ചു പോയാൽ നിങ്ങൾ ഇന്റെ കുടുംബത്തിന്ന് പുറത്തു പോകരുത്, നിങ്ങൾ ഇന്റെ കുടുംബത്തിൽ വേണം അലി. അത്രക്ക് നല്ലൊരു മനുഷ്യനാ അലി നിങ്ങൾ. കുടുംബം ചേർക്കുന്നതില്, മക്കളെ സ്നേഹിക്കുന്നതില്, ഭാര്യയെ ബഹുമാനിക്കുന്നതില്, കുടുംബങ്ങൾ ചേർത്ത് കൊണ്ടുപോകുന്നതില് നിങ്ങളൊരു നല്ല മനുഷ്യനാലി. നിങ്ങളെങ്ങാനും ഇന്റെ മരണശേഷം വേറെ വീട്ടിൽ പോയി കല്യാണം കഴിച്ചാൽ നിങ്ങൾ അങ്ങോട്ടായി പോകും. അതുണ്ടാവരുതലി. നിങ്ങൾ ഇന്റെ കുടുംബത്തിൽ തന്നെ വേണം. പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ ഫാത്തിമ ബീവി വഫാത്താവും. മാസങ്ങൾക്ക് ശേഷം അലി റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കുന്നത് ഇതേ ഉമാമനെ തന്നെയാണ്. ഇതേ ഉമാമനെ. ഞാനിതെന്തിനാ ഈ കഥ പറഞ്ഞതെന്ന് അറിയാം നിങ്ങൾക്ക്? ഇതിലിപ്പോ മാതാപിതാക്കളാണല്ലോ കൂടുതലുള്ളത്, വാപ്പയും മെയ്യൊക്കെ. നിങ്ങൾ ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് രാത്രി പുരയെ ചെന്നിട്ട് ഒന്നെങ്കിലും മൂപ്പര മടിയിൽ നിങ്ങളെ മടിയിൽ മൂപ്പരോ തലവെച്ച് കിടക്കുക. എന്നിട്ട് ചോദിക്കല്ലേ, ഞാൻ മരിച്ചാൽ നിങ്ങളിപ്പം വേറെ കിട്ടുമോ? പറയാനുള്ള ബേജാറുകൊണ്ട് ചിലപ്പോ എന്നൊക്കെ പറയും. എന്നാലും പിന്നെ പറയുന്ന എന്തായിരിക്കും, നമ്മള് ഞാൻ മരിച്ചപ്പോ നിങ്ങൾക്ക് കെട്ടാണ്ടിരിക്കാനൊന്നും പറ്റുണ്ടാകുകയില്ല, നിങ്ങൾ കെട്ടിക്കോളി, പക്ഷെ എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് കെട്ടണ്ട കേട്ടോ. നിങ്ങളെ ഞാൻ സഹിച്ചതോ സഹിച്ച് നിങ്ങൾ വേറെ എവിടെയും പോയി കെട്ടിക്കോളി. ഇനി അഥവാ നിങ്ങളെ ബേജാറാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മൂപ്പര് സമ്മതിച്ച് നിങ്ങളെ കുടുംബത്തിൽ നിന്ന് കെട്ടാന്നൊക്കെ. പക്ഷെ ഉള്ളിൽ എന്തായിക്കൊന്നും അറിയാവോ, ഇനിയും ഇപ്പൊ എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെയോ
സുബ്ഹാനല്ലാഹ് എങ്ങനെയോ കൊണ്ടടക്കുക എന്ന് ചിന്തിക്കുന്നതാണ് ഒരു മനുഷ്യനെങ്കിൽ, ഒരു മനുഷ്യന്റെ ഇൻഡിവിജ്വൽ ജെൻഡിൽ അവൻ സ്വയം വ്യക്തിത്വം പ്രകടിപ്പിക്കേണ്ടത് അവന്റെ കുടുംബത്തിലാണ് അവൻ അസറ്റ്, കുടുംബത്തിലാണ് അവന്റെ തീരുമാനത്തിന്റെ വില. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളോട്, രക്ഷിതാക്കളോട്, ഈ ഒരു സ്ഥാപനം ഇവിടെ നിലനിൽക്കുന്നത് പോലും ഒരു ദീനിന്റെ വെളിച്ചമായിട്ടാണ്. തകർന്നുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്ന സാംസ്കാരികതയ്ക്കും മുൻപിൽ ഈ പ്രദേശത്തുള്ള നൂറുകണക്കിന് കുടുംബങ്ങളിലേക്ക് വെളിച്ചമെത്തുന്ന ഈ വിർച്യു സ്ഥാപനം, അതിന് ഇനിയും ആളുകളിലേക്ക് എത്താനും മക്കളിലൂടെ വളരാനും ആ വളരുന്ന തലമുറ ഈ സമൂഹത്തിന് ഉപകാരപ്പെടാനും നിങ്ങളുടെ പരിശ്രമവും പ്രാർത്ഥനയും അത്യാവശ്യമാണ്. അങ്ങനെയാവുന്ന നല്ലൊരു വളർച്ചയിലേക്ക് എത്താൻ അള്ളാഹു ഈ സ്ഥാപനത്തിനും ഇതിൽ നിന്നും പഠിച്ചു വളരുന്ന മക്കൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്ത് റബ്ബിന്റെ സ്വർഗത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാ മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. റബ്ബെ, മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. അള്ളാഹുവെ, മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ആദരിക്കപ്പെടുന്ന രക്ഷിതാക്കളാവാൻ എന്ത് മാറ്റമാണോ റബ്ബെ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകേണ്ടത്, ആ മാറ്റത്തിന് മനസ്സുകൊണ്ട് എല്ലാ തഖ്വയും സൂക്ഷ്മതയുമുള്ള ആളുകളായി മാറാൻ ഞങ്ങൾ ഓരോരുത്തർക്കും, ഭാര്യാഭർത്താക്കന്മാർക്കും മക്കൾക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ